കൊച്ചിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഇതര സംസ്ഥാനക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2 പേരാണ്. അതും 2 വിനോദുമാർ. ഒരാൾ സ്വന്തം വീടിന് സമീപത്ത് നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ മറ്റൊരാൾ കൊല്ലപ്പെടുന്നത് ജോലി സ്ഥലത്ത് വെച്ചാണ്. മാർച്ച് 25-നാണ് എറണാകുളം മുല്ലശ്ശേരി കനാൽ റോഡിലെ ഒരു വീട്ടിൽ വെച്ച് നായയെ എറിഞ്ഞത് ചോദ്യം ചെയ്തതിന് ഇതര സംസ്ഥാനക്കാരായ 4 പേരുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ 6 ദിവസത്തിനു ശേഷം വിനോദ് എന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർ അദ്ദേഹം മരണപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ടി ആയ എറണാകുളം സ്വദേശിയായ വിനോദ് എന്ന 48 വയസ്സുകാരനെ ട്രെയിനിൽ വെച്ച് ടിക്കറ്റ് സംബന്ധിച്ച് തർക്കമുണ്ടായതിനെ തുടർന്ന് ഇതര സംസ്ഥാനക്കാരൻ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 സംഭവങ്ങളുടെയും ഞെട്ടലിലാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ ഉള്ളത്. മലയാളികളുടെ സ്വൈര ജീവിതത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ, ഭീതിപ്പെടുത്തുന്ന തരത്തിലാണ് ഇതര സംസ്ഥാനക്കാരുടെ പ്രവർത്തനം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എന്ത് മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? ഈ ഇതര സംസ്ഥാനക്കാരായ ആളുകളുടെ ആക്രമണങ്ങളിൽ നിന്നും നമ്മൾ സ്വയരക്ഷ നേടുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലാണ് എടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ്, ആലോചനയിലാണ് ഇപ്പോൾ മലയാളികൾ ഒക്കെയും ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലപ്പെട്ട 2 പേർ, ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. ഈ 2 പേരുടെയും പേര് വിനോദ് എന്നാണ്. ഒരാൾ ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവറായ വിനോദാണെങ്കിൽ മറ്റൊരാൾ ടി ആണ്. ഇവർ 2 പേരും കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുല്ലശ്ശേരി കനാൽ റോഡ് എന്ന സ്ഥലത്തെ വിനോദ് എന്നയാൾ, അദ്ദേഹം ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ്, കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ്. 2 മക്കളും ഭാര്യയും അടങ്ങുന്ന, പ്രായമായ അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ്. അദ്ദേഹത്തിനെയാണ് 4 പേർ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് സ്വദേശികളായ 4 പേർ ചേർന്ന്, തപാൽ ജീവനക്കാരായ 4 പേർ ചേർന്ന് വളർത്തുനായയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് ഒടുവിൽ അദ്ദേഹത്തിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 6 ദിവസം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അദ്ദേഹം മരണത്തിന് കീഴുകയായിരുന്നു. 2 മക്കളും ഭാര്യയും പ്രായമായ അമ്മയുമായി താമസിച്ചിരുന്ന വിനോദിന് അദ്ദേഹം ഒരു ജിം പ്രാക്ടീഷണർ കൂടിയായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിന് സമീപത്ത് തന്നെ അയൽവാസികളായ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വീടിന് സമീപം താമസിക്കാൻ വന്ന ഇതര സംസ്ഥാനക്കാരാണ് ആക്രമണം നടന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്നത് എറണാകുളം സ്വദേശിയായ വിനോദ് കണ്ണൻ എന്ന 48 വയസ്സുകാരനെ തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ടിക്കറ്റ് സംബന്ധമായ റിസർവേഷൻ കൗണ്ടറിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒഡീഷ്യ സ്വദേശിയായ രജനീകാന്ത് രഞ്ജിത്ത് എന്ന ആളെ 1000 രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇതിൽ പ്രകോപിതനായ പ്രതിയാണ് ഈ വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിലും 2ലും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഈ 2 മരണങ്ങൾ സംഭവിച്ചത്. ഈ സംഭവത്തിൽ 2ലും നഷ്ടമായിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാകേണ്ട, ഒരു അമ്മയുടെ ഏക ആശ്രയമാകേണ്ട ഒരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥനായ ഒരു വ്യക്തിയാണ് നഷ്ടപ്പെടുന്നത്. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതര സംസ്ഥാനക്കാരായ ആളുകൾ അവർ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവരുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടി കൃത്യമായ സംവിധാനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ ഇതര സംസ്ഥാനക്കാരായ ആക്രമകാരികൾക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധം മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മലയാളികൾ സംശയിക്കുന്നത് ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കാപ്പ ചുമത്തി പുറത്താക്കുന്ന ആളുകളാണോ ഈ കേരളത്തിൽ വന്ന ഏതെങ്കിലും കടകളിലും ഹോട്ടലിലും ഒക്കെ ജോലി ചെയ്യുന്നത്? ഇവരോടുമൊക്കെയായി ഏതെങ്കിലും സാഹചര്യത്തിൽ തർക്കിക്കേണ്ടതായി വരുമ്പോൾ അപ്പോൾ പിന്നീട് അതിക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ട്രെയിനിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട സൗമ്യയുടെയും ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയ 5 വയസ്സുകാരി കുഞ്ഞിനെയും ഒക്കെ ആ ക്രൂരമായി അവർ കൊലപ്പെടുത്തിയത്, അവരുടെ ആ വേദന നമ്മൾ ഒരിക്കൽ കൂടി വിവരിക്കുവാൻ, കേൾക്കുവാൻ നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും 2 വാർത്തകൾ, 2 ഇതര സംസ്ഥാനക്കാരായ ആളുകൾ 2 പേരെ, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന 2 പേരെ കൊലപ്പെടുത്തിയ സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലെങ്കിലും നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ആളുകളുമൊക്കെ ആയി നമ്മളൊരു നിശ്ചിത അകലം പാലിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, പോലീസ് ഈ കാര്യത്തിൽ, അതായത് ഇത്തരത്തിൽ ഇതര സംസ്ഥാനക്കാരുടെ ഭാഗത്തു നിന്നും അവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനെങ്കിലും ഒരു മുൻകരുതലുകൾ സ്വീകരിക്കണം. ഈ മുൻകരുതലുകൾ എങ്ങനെ സ്വീകരിക്കണം, അത്തരത്തിലുള്ളൊരു ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി ആളുകളെ ബോധവാന്മാരാക്കണമെന്ന് കൂടി ഒരു അഭ്യർത്ഥന ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്, നാടോടി സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ
ഇതര സംസ്ഥാനക്കാരായ ആളുകൾ ഇവർ വീടുകളിലെത്തി ആക്രമണം നടത്തുന്ന സംഭവങ്ങളൊക്കെ പോലീസ് പലതവണ മുന്നറിയിപ്പുകളൊക്കെ നൽകാറുണ്ട്. ഇത്തരത്തിൽ ഇതര സംസ്ഥാനക്കാരുടെ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ തട്ടിപ്പ് വരെ എത്തി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകൾ മോഷണം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ നിരന്തരമായി നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ജനങ്ങൾ സ്വൈര്യമായി മലയാളികളുടെ ജീവിതം സ്വൈര്യമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലുകൾ, ജാഗ്രത എന്ത് സ്വീകരിക്കണമെന്നുള്ളത് പോലീസും വ്യക്തമായി കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.